അമ്മക്കുട്ടി നീ അടിക്കണ്ട, ഞാൻ അടിക്കാം. വേണ്ട, എന്റെ ജോലി ഞാൻ ചെയ്തോളാം. ഞാൻ അടിക്കാമെന്നേ. നീ എവിടെ പോയി? വേണ്ട, നീ ഇങ്ങനെ അടിച്ചാൽ നിന്റെ ശരീരം ശോഷിച്ചു പോകും കേട്ടോ. ഇല്ലെന്ന് ഞാൻ അടിക്കാം, നീ ഇങ്ങോട്ട് പോ. നീ ഇവിടെ നീ ഇവിടെ ഇരിക്കാനേ ഞാൻ അടിക്കാമെന്ന് പറഞ്ഞില്ലേ കേട്ടോ ചൂര്, ഞാൻ അടിക്കാമെന്ന്. നീ അങ്ങനെ അങ്ങ് അടിച്ച് ക്ഷീണിക്കണ്ട കേട്ടോ. നീ ഇങ്ങനെ അടിക്കാണെങ്കിൽ കെട്ടിയാണ് മരിക്കും കേട്ടോ. അല്ല, ആ കസേര എടുത്ത് ഇവിടെ ഇട്, ഈ കസേര എടുത്ത് അവിടെ ഇട്, അവിടെ കസേര എടുത്ത് അവിടുത്തെ കസേര എടുത്ത് ഇവിടെ ഇവിടെ കസേര എടുത്ത് അവിടെ ഇട്, അവിടെ കസേര ഇവിടെ കസേര ഇവിടെ കസേര അവിടെ കസേര അവിടുത്തെ കസേര നോക്കാം. അല്ല, ഞാൻ ഇവിടെ ഒക്കെ ഒന്ന് ശരിപ്പെടുത്തി ഇടാമെന്ന് കരുതി. ഓഹോ, ആരാണോ ദിവസവും ഇവിടെ ശരിപ്പെടുത്തുന്നത്? അല്ല, ഞാനല്ല. നീ എന്തിനാ കരയുന്നേ? ഞാനൊന്നും വഴക്ക് പറഞ്ഞില്ലല്ലോ. കുഞ്ഞ്, എനിക്കെങ്ങും വേണ്ടോ അയാള്? ആരെ? ആ പുണ്ണിച്ചേട്ടനെ. ഞാൻ വേണമെന്ന് പറഞ്ഞോ? സ്വഭാവമൊക്കെ നല്ലതാണേലും ആരോഗ്യമില്ലാത്തവനാ കുഞ്ഞ്. അതിന് ഞാൻ എന്ത് ചെയ്യാനൊക്കെ? ആരോഗ്യമില്ലെങ്കിലും ആള് സ്നേഹമുള്ളവനാ കുഞ്ഞ്. ചേടാ നാശമേ, എല്ലാം ഉണ്ടെങ്കിലും സ്നേഹമില്ലെങ്കിൽ വല്ല ഫലവും ഉണ്ടോ കുഞ്ഞ്? ഓഹോ, ഇതിന് ഞാൻ എന്ത് മനസ്സിലാക്കണം? നിനക്ക് അപ്പുണ്യം വേണമെന്നോ വേണ്ടെന്നോ? അത് കുഞ്ഞു തന്നെ അങ്ങ് തീരുമാനിച്ചോണ്ടാ മതി. അമ്പടി കല്ലി, ഇതിനാണല്ലേ നീ കരഞ്ഞത്? കുഞ്ഞെ, ഇൻസ്പെക്ടർ റഹ്മാൻ. വേണുവേട്ടൻ പുതിയ വേഷത്തിലാണല്ലോ. ജിപ്പ, പുലിനകം. അച്ഛൻ വീട്ടിലേക്ക് വന്നിരുന്നോ? കണ്ടോ? ഞാൻ വീട്ടിലേക്ക് പോയില്ല. വേണുവേട്ടൻ എന്താണ് ഒരു വല്ലായ്മ? ഒന്നുമില്ല. അച്ഛൻ എന്തിനാ വീട്ടിലേക്ക് പോയിരിക്കുന്ന അറിയാമോ? ആ കാര്യം പറയാനാണ്. ഏത് കാര്യം? പോ. ഓ, ഇന്ന് തീയതി തീരുമാനിച്ചിട്ടേ പോരുമെന്നാണ് പറഞ്ഞു പോയിരിക്കുന്നത്. ശരി ശരി, ആയിക്കോട്ടെ. അച്ഛൻ അല്ല, വേണു ഇവിടെ വന്നിരിക്കുകയായിരുന്നു. ഞാൻ വീട്ടിൽ അന്വേഷിക്കുന്നു. എപ്പോ വന്നു? ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ഇരിക്കും. ഞാന് ഈ വേഷമൊക്കെ ഒന്ന് മാറ്റിയിട്ട് വരട്ടെ. അല്ല മോളെ, നീ ഇതൊക്കെ ഒന്ന് അകത്തേക്ക് വയ്ക്കേ. ഇരിക്കും. അല്ല വേണു, അച്ഛൻ എന്നോടൊരു കാര്യം പറഞ്ഞായിരുന്നല്ലോ. അതിൽ വല്ല വാസ്തവമുണ്ടോ, സത്യമുണ്ടോ? അല്ല, അച്ഛൻ വേണുവിന്റെ കയ്യിൽ ഒരു 5000 രൂപ തന്നെന്നോ അത് തന്നില്ലെന്ന് വേണു പറഞ്ഞെന്നോ? ഓ, അതെ അതെ അതെ, അതാണോ? ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. ഓ, അപ്പോൾ സത്യത്തിൽ രൂപ തന്നായിരുന്നു. തന്നു എന്നുള്ളത് സത്യമാണ്. തൽക്കാലം പണത്തിന് കുറെ ആവശ്യമുണ്ടായിരുന്നത് കൊണ്ട് അച്ഛനോട് ഞാൻ ഒരു ചെറിയ കള്ളം പറഞ്ഞതേ ഉള്ളൂ. അയ്യോ, അച്ഛൻ പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല കേട്ടോ. വേണു എന്തിനാ നുണ പറയാൻ പോയത്? ചോദിച്ചാൽ തരുമായിരുന്നില്ലേ? ഇക്കാര്യത്തിന് വേണ്ടി പണം ചോദിച്ചാൽ അച്ഛൻ തരില്ല. അതെ, എന്ത് കാര്യത്തിന് വേണ്ടിയായിരുന്നു അതൊന്നും അറിയട്ടെ. ഞാന് ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങാൻ പോവുകയാണ്. ഓഹോ, അതിന്റെ ആദ്യ ഗഡുവായി ഒരു 10000 രൂപ കൊടുക്കണം. ബിസിനസിന് വേണ്ടിയായിരുന്നു? എന്നോട് ചോദിക്കാമായിരുന്നില്ലേ? ഞാൻ തരുമായിരുന്നല്ലോ. ഈ കാലത്ത് ബിസിനസ് കൊണ്ടേ മനുഷ്യന് വളരാൻ സാധിക്കുകയുള്ളൂ. ഉദ്യോഗം കൊണ്ട് ഒരു രക്ഷയുമില്ല. പക്ഷെ ഉദ്യോഗം കൊണ്ട് രക്ഷയില്ലെന്നുള്ള കാര്യം അച്ഛൻ സമ്മതിച്ചു തരില്ല. എടാ, അച്ഛന് വിവരമില്ലാഞ്ഞിട്ട് നിനക്ക് എത്ര രൂപ വേണം? ഞാൻ തരാം. എന്റെ സ്വത്ത് മുഴുവൻ രമണിക്കുള്ളതാണ്. രമണി നിനക്കുള്ളതുമാണ്. പിന്നെ എനിക്കെന്താ? ഞാൻ പറഞ്ഞല്ലോ, തൽക്കാലം 10000 രൂപ വേണം. എന്റെ കയ്യിലാണെങ്കിൽ അച്ഛൻ തന്ന 5000 രൂപയേ ഉള്ളൂ. ബാക്കി 5000 രൂപ കൂടി വേണം അല്ലേ? മോളെ രമണി, ആ ഇരുമ്പ് പെട്ടിയിൽ നിന്ന് 5000 രൂപ എടുത്തുകൊണ്ടുവന്ന് വേണുവിന് കൊടുക്കും. അതെ, ഇത് ബിസിനസ്സാ, അക്കാര്യം പറഞ്ഞില്ലല്ലോ. നമ്മുടെ ഇവിടെ ഉണ്ടാകുന്ന ഈ കല്ലൻ മുളയ്ക്ക് വിദേശത്ത് നല്ല മാർക്കറ്റ് ഉണ്ട്. അത് ശേഖരിച്ച് കെട്ടുകെട്ടായി കപ്പലിൽ കയറ്റി അയക്കണം. ഓ, കല്ലൻ മുള, കടുപ്പം. ഈ
പെട്ടിയേക്കാൾ ഈടുള്ള സാധനമാണ്. ബിസിനസ് സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം എന്റെ പങ്കുകാരൻ നോക്കിയോളൂ. പിന്നെ അതിൽ എനിക്ക് കൂടി ഒരു ഷെയർ ഉണ്ടായിരിക്കുമെന്നേ ഉള്ളൂ. ഫസ്റ്റ് ബിസിനസ്, ഒന്നാം തരം ബിസിനസ്. അച്ഛാ, നിനക്ക് അങ്ങോട്ട് കൊടുക്കരുത്, അവളുടെ ഒരു നാണം. രൂപ 5000 ഉണ്ടല്ലോ മോളെ. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. പിന്നെ ഇനിയും വേണുവിന് വല്ല ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ മടിക്കരുത്. ഇല്ല ഇല്ല ഇല്ല. പിന്നെ മറ്റേ കാര്യം ഞങ്ങൾ ഉടനെ നടത്താൻ പോവുകയാ. പിന്നെ അറിഞ്ഞില്ല കേട്ടില്ല എന്നൊന്നും പറഞ്ഞേക്കരുത്. അത് നിങ്ങൾ എല്ലാവരും കൂടി അങ്ങ് തീരുമാനിച്ചുണ്ടാ മതി. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. എന്താ ചാക്കോ പോലീസ്? ഏമാനൊന്ന് കാണാന് ആ, 1-2 ഫയൽ ഒപ്പിടിപ്പിക്കാനുണ്ട്. അവൻ സ്റ്റേഷനിൽ വരുമ്പോൾ ഒപ്പിടാറില്ലേ? ഉണ്ട്, ഇന്നലെ ഒപ്പിടാൻ മറന്നുപോയി. അത്യാവശ്യമായിട്ട് അയക്കേണ്ട ഫയലായത്. അങ്ങനെ വരട്ടെ. ചാക്കോ പോലീസ് ഇനി അടുത്ത് വന്നേ. വേണു സ്റ്റേഷനിൽ വന്നാൽ എങ്ങനെയാ? എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അങ്ങനെയൊക്കെ തന്നെയാ. അതല്ല, അവൻ നിങ്ങളെയൊക്കെ കണ്ടാൽ ഇപ്പോൾ തിരിച്ചറിയുമോ? അതെന്താ അങ്ങനെയൊക്കെ ചോദിക്കുന്നത്? പഴയ കാര്യങ്ങളെല്ലാം അവന് നല്ല ഓർമ്മയുണ്ടോ? അല്ല, ഇതെന്തൊരു ചോദ്യമായത്? അവൻ ഈയിടെയായി അല്പം ഓർമ്മ പശു പോലെ. ആർക്ക്? ഏമാനു? അല്ല, സാരമില്ല. ഏമാൻ ഇല്ലേ ഇവിടെ? ആ ഉള്ളിലുണ്ട്. ആ, എന്നാ ഇപ്പൊ തന്നെ ചാക്ക് ഒന്ന് പരിശോധിച്ച് കളയാം. ചെല്ലു ചെല്ലു. ചാക്കോയാന്നേ, പോലീസ് സ്റ്റേഷനിൽ നിന്ന് വരിക. ഉപകാരം. ചാക്കോയെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഇല്ലല്ലോ. ചാക്കോ ഇവിടുത്തെ സ്റ്റേഷനിലെ ഏട്ടാണ്. ഫയൽ ഒപ്പിടിപ്പിക്കാൻ വന്നതാ. ഫയല് ഇന്നലെ ഒപ്പിടാൻ മറന്നുപോയോ? ഫയൽ ഒപ്പിടിപ്പിക്കാൻ വന്നതാ. ഫയല്. ബ്ലഡി ഫുൾ. നീങ്ങിട്ടോ എടോ, താൻ കള്ളു കുടിച്ചിട്ടുണ്ടോ? ഉത്തരവ്. എടോ, തന്റെ പേര് ചാക്കോ ആണെന്നും താൻ ഹെഡാണെന്നും താൻ സ്റ്റേഷനിൽ നിന്നാണ് വരുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ? ഉത്തരവ്. താൻ ആരെയായി പരിചയപ്പെടുത്തുന്നത്? ഉത്തരവ്. Get out!